അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫയുടെ പുതിയ സമാധാന പുരസ്കാരം. ഗാസ സമാധാന കരാറിന് നേതൃത്വം നൽകിയതുൾപ്പെടെയുള്ള ഇടപെടലുകൾ പരിഗണിച്ചാണ് പുരസ്കാരം സമ്മാനിച്ചത്. ട്രംപിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയാണ് പുരസ്കാരം നൽകിയത്. ഫിഫയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സമാധാന പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അടുത്ത വർഷം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ നറുക്കെടുപ്പ് നടക്കുന്ന വാഷിംഗ്ടണിലെ കെന്നഡി സെന്ററിൽ വെച്ചാണ് ട്രംപിന് പുരസ്കാരം നൽകിയത്. ചടങ്ങിൽ ഇൻഫന്റിനോ ട്രംപിന് സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും ട്രംപിന്റെ പേരെഴുതിയ ലോകം പിടിച്ചിരിക്കുന്ന കൈകളുടെ രൂപത്തിലുള്ള സ്വർണ്ണ ട്രോഫിയും സമ്മാനിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ട്രംപ് പറഞ്ഞു. ലോകമെങ്ങും സമാധാനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ച ശക്തവും സവിശേഷവുമായ നടപടികളാണ് പുരസ്കാരത്തിന് കാരണമായതെന്ന് ഫിഫ പറഞ്ഞു. വിവിധയിടങ്ങളിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരാൻ സഹായിക്കുന്ന വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നതെന്നും ഫിഫ അറിയിച്ചു. ഫുട്ബോളിന് ആളുകളെ ഒരുമിപ്പിക്കാൻ കഴിയുമെന്നും സമാധാനം എല്ലാവരും പ്രവർത്തിക്കേണ്ട ഒന്നാണെന്നും ഇൻഫന്റിനോ പറഞ്ഞു. ഫിഫയുടെ പുതിയ സമാധാന പുരസ്കാരം ട്രംപ് സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ദീർഘകാലമായി നൊബേൽ സമാധാന സമ്മാനത്തിനായി ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയുമായി ട്രംപിന് അടുത്ത ബന്ധമാണ് ഉള്ളത്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ ട്രംപ് വഹിച്ച പങ്കിന് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കേണ്ടതായിരുന്നുവെന്ന് ഇൻഫന്റിനോ പലതവണ പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ സമാധാന പ്രവർത്തനങ്ങളെ ജിയാനി ഇൻഫന്റിനോ പ്രശംസിച്ചു. ട്രംപ് തന്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് മെലാനിയ ട്രംപിന് നന്ദി പറഞ്ഞു. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന മറ്റു രാജ്യങ്ങളായ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി, മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാം എന്നിവരെയും അദ്ദേഹം അഭിനന്ദിച്ചു. കാനഡയും മെക്സിക്കോയും തമ്മിലുള്ള ടീം വർക്ക് മികച്ചതായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. പുരസ്കാര പ്രക്രിയയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മ്യാൻമർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി സോസോ അധ്യക്ഷനായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ഇനി വരും വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾക്കുള്ള ചട്ടക്കൂട് രൂപീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത വർഷം ജൂണിലാണ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ പുതിയ എഡിഷൻ അരങ്ങേറുന്നത്. അമേരിക്കയാണ് ബിഗ് ഇവന്റിന്റെ ആതിഥേയരിൽ ഒരാൾ. അമേരിക്കയ്ക്ക് പുറമെ കാനഡയും മെക്സിക്കോയും ലോകകപ്പിന് വേദിയാകും. നേരത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് താൻ അർഹനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ നൊബേലിനായി ട്രംപ് കരുനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ലോകത്തെ വിവിധ യുദ്ധം അവസാനിപ്പിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തതായി അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു നൊബേൽ ആവശ്യമുയർത്തി ട്രംപും അനുയായികളും രംഗത്തെത്തിയത്. എന്നാൽ നൊബേൽ പുരസ്കാര വേദിയിൽ ട്രംപിനെ പരിഗണിച്ചിരുന്നില്ല. വെനസ്വേലയിലെ തീവ്ര വലത് നേതാവും ഇസ്രായേൽ അനുകൂലിയുമായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. നേരത്തെ ഹ്യൂഗോ ഷാവേസിനെതിരായ പരാജയപ്പെട്ട അട്ടിമറിയെ അകമഴിഞ്ഞ് പിന്തുണച്ച 2018 മഡൂറോയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ട നേതാവാണ് മച്ചാഡോ. അതേസമയം വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. നിരവധി രാജ്യങ്ങൾ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സമയത്ത് ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മരിയയുടെ ശ്രമങ്ങൾക്കാണ് അംഗീകാരം. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കുന്നതിനുള്ള അവരുടെ പോരാട്ടത്തിനുമുള്ള അംഗീകാരമാണ് പുരസ്കാര സമർപ്പണമെന്ന് നൊബേൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. 11 മില്യൺ സ്വീഡിഷ് കോർണർ, അതായത് $1.2 മില്യൺ വിലമതിക്കുന്നതാണ് നൊബേൽ സമ്മാനം. വെനസ്വേലയുടെ ഉരുക്ക് വനിത എന്നും അറിയപ്പെടുന്ന മച്ചാഡോ ടൈം മാഗസിന്റെ 2025 ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ വിമർശനമാണ് വൈറ്റ് ഹൌസ് ഉയർത്തിയത്. ട്രംപിന് നൊബേൽ പുരസ്കാരം നൽകാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വൈറ്റ് ഹൌസിന്റെ വിമർശനം. ആഗോള സമാധാനത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയേക്കാൾ രാഷ്ട്രീയ പക്ഷപാതമാണ് നൊബേൽ കമ്മിറ്റിയുടേതെന്ന് വൈറ്റ് ഹൌസ് ആരോപിച്ചിരുന്നു. ഒരിക്കൽ കൂടി സമാധാനത്തിന് മുകളിൽ നൊബേൽ കമ്മിറ്റി രാഷ്ട്രീയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ട്രംപ് സമാധാന കരാറുകൾ ഉണ്ടാക്കുന്നതും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതും ജീവൻ രക്ഷിക്കുന്നതും തുടരുമെന്നും അദ്ദേഹത്തിന് മനുഷ്യസ്നേഹിയുടെ ഹൃദയമുണ്ടെന്നും തന്റെ ഇച്ഛാശക്തിയാൽ പർവ്വതങ്ങളെ പോലും ചലിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തെ പോലെ മറ്റാരും ഉണ്ടാകില്ല എന്നും വൈറ്റ് ഹൌസ് വക്താവ് സ്റ്റീഫൻ ചൂങ് എക്സ് കുറിപ്പിൽ പറഞ്ഞിരുന്നു. ലോകത്ത് 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് താനാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതും തന്റെ ഇടപെടലാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.